ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഞാൻ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പിറകിൽ കിടക്കുന്ന കാറ് കാണുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും. ഇപ്പം പുതിയതായിട്ട് വണ്ടി എടുക്കാനായിട്ട് നോക്കി നടക്കുന്നവർക്ക്, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് കൈ തെളിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതാണ് 800. ഇതിപ്പം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും അല്ലാതെ യൂസ് ചെയ്യുന്നവർക്കുമായിട്ട് ഈ വണ്ടി പ്രയോജനപ്പെടും. 1998 മോഡലാണ്. ഇതിപ്പം 5 ഓണർ കൈമറിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതുപോലെ തന്നെ MBFA എഞ്ചിനല്ല, കാർബറേറ്റ് എഞ്ചിനാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കിടക്കുന്ന വണ്ടിയാണ്. ഇതിപ്പം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനാപുരത്ത് പഞ്ചായത്ത് ഇടത്തറ എന്ന സ്ഥലത്താണ് ഈ വണ്ടി കിടക്കുന്നത്. ഞാൻ അവൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ വിളിച്ച് ഒരു വർക്ക്ഷോപ്പിൽ നാളെയൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ക്ലച്ചൊക്കെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ വന്നിട്ടൊരു 3 മന്ത് ആവുന്നതേ ഉള്ളൂ. ഈ വണ്ടിയുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45,000 ആണ്. 45,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. വന്നു കഴിയുമ്പോൾ കുറച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ആദ്യം തന്നെ വണ്ടിയുടെ RC ബുക്ക് എടുത്ത് നോക്കാം. പേപ്പർ ഭാഗമൊക്കെ വണ്ടിയുടെ ക്ലിയർ ആണ്. RC ബുക്കിൽ വന്നേക്കുന്നത് 26 ഡിസംബർ 1998 ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നത്. 29 ഡിസംബർ 2026 വരെ വാലിഡേറ്റ് കിടപ്പുണ്ട് റീടെസ്റ്റിന്. അപ്പോൾ വണ്ടിയുടെ അകത്തോട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോർ മാറ്റൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഇതായിട്ട് പണിഞ്ഞിട്ടുണ്ട്. പിന്നെ AC ആദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ AC കംപ്ലൈൻ്റ് ആണ്. AC വർക്കല്ല. അതേപോലെ സ്പീഡോമീറ്റർ ഗേജ് ഒന്നും വർക്കല്ല. വണ്ടി അടിപൊളി വണ്ടിയാണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. താക്കോലിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാർബറേറ്ററാണ് എൻജിൻ. ഉണ്ടോ? ഇപ്പം എടുക്കാതെ ഇട്ടുകൊണ്ട് അത് രണ്ടാമത്തെ അടിക്ക് സ്റ്റാർട്ടായി. വണ്ടിക്ക് വേറെ സൗണ്ടോ വ്യത്യാസങ്ങളോ ഒന്നും ഇല്ല. പിന്നെ സെറ്റൊക്കെ ഉണ്ട്, സെറ്റ് കാര്യങ്ങളുണ്ട്. 4th ഗിയറാണ്. റൂഫിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇത്ര പഴക്കം ഉണ്ടെങ്കിലും നല്ല നീറ്റായിട്ടാണ് വണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബോണറ്റ് തുറക്കാം. എഞ്ചിൻ ഭാഗം ഒന്ന് നോക്കട്ടെ. എല്ലാം കണ്ടിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. അതെ, ഈ സാധനം കാണുമ്പോഴേ അറിയാം വണ്ടി കാർബറേറ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കാർബറേറ്ററാണ്. MBFA എഞ്ചിനല്ല. എഞ്ചിൻ ഭാഗങ്ങളെല്ലാം പക്കയാണ്. വണ്ടി ഇടിയോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ നിന്ന് നടന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു തുരുമ്പ് പോലൊക്കെ ഉണ്ട്. ഇത്ര പഴക്കമായ വണ്ടി, അതുകൊണ്ടാണ്. ബോണറ്റ് അടയ്ക്കാം. അതുപോലെ ഫ്രണ്ട് വശം നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. KL 01 ആണ് രജിസ്ട്രേഷൻ. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയറുണ്ട്. കണ്ടോ ടയർ? ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണ്. 50% നമുക്ക് ടയറിൻ്റെ ഇത് കാണാൻ കഴിയും. ഈ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ എങ്ങും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കണ്ടോ? ഇവിടെ ഒന്നും ഒരു റൂഫിലോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. ബാക്ക് ടയർ അതൊരു 50% ഉണ്ട്. 50% ടയർ കാണിച്ച് കണ്ടോ? പുള്ളിക്കാരനാണെങ്കിൽ കൈ തെളിയാൻ വേണ്ടി എടുത്താൽ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം 3 മാസം യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. എല്ലൊക്കെ ഒട്ടിച്ച് വണ്ടി ഓടിച്ചതാണ്. നമുക്ക് ഡിക്കി ഒന്ന് തുറന്ന് നോക്കാം. ഡിക്കിയുടെ താക്കോല് ഡിക്കിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് തുറക്കാൻ. ഓക്കെ. ഡിക്കി രണ്ടാമത്തെ താക്കോലായിരുന്നു. ഡിക്കി തുറക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ബാഗിലെ ഡിക്കിയിലെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. സൈഡിലൊക്കെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അടിയിൽ സ്റ്റെപ്പിനി ഉണ്ട്. സ്റ്റെപ്പിനി മുട്ടയാണ്. സ്റ്റെപ്പിനി ഒന്നുമില്ല. അപ്പം വണ്ടിയുടെ ബാക്ക് സീറ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. അത് ലോക്കാണ്. അവിടെ ബാക്കിൽ ഒരു 3 പേർക്ക് പിന്നെ എല്ലാ ഫ്രണ്ട് 2 പേർക്ക് മൊത്തം 5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന 800 ആണ്.
ഉണ്ട്. ഇതിൻ്റെ ബാക്കിലും അത്യാവശ്യം കുഴപ്പമില്ല. കണ്ടോ, നല്ല വണ്ടിയാണ്. വണ്ടി ആവശ്യമുള്ളവർ ഞാൻ അവൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വിളിച്ച് ഡീറ്റെയിൽസ് തിരക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ലൈക്ക് അടിക്കുക. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാനിന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.